അല്ല നീ എവിടെയാ? നീ പുറത്തും മടക്കൊണ്ടിരിക്ക? എവിടെ പോയായിരുന്നു? എല്ലാ ഞാൻ ചോദിക്കണം പറഞ്ഞിരിക്കുക. ഞാൻ എന്ന് ചായ കുടിക്കാൻ മുമ്പ് ആ പിള്ളേരുടെ കൂടെ വർത്താനം പറഞ്ഞിട്ടുണ്ടാവും, കൂട്ടുകാരന്മാരുടെ കൂടെ. ഒരു ഉദ്ദേശം ഇല്ലേ? ഒരു കല്യാണം കഴിഞ്ഞില്ലേ? ഇതൊരു ഉത്തരവാദിത്വം വരാനായില്ലേ? ഇതെന്നും ആ കളിക്കുന്ന പിള്ളേരുടെ കൂടെ കളിച്ചുകൊണ്ട് നടന്ന കാര്യം നടക്കുവോ? ഇത് എന്ത് വിചാരിച്ചിട്ട് നടക്കണവേ? ഞാൻ ചോദിക്കാൻ വേണ്ടി വന്നപ്പോ എന്ന് ഞാൻ കാണാറുണ്ട്. എന്നെ കാണുമ്പോഴേ എപ്പോഴും കാണുമ്പോ ഞാൻ നോക്കി കഴിഞ്ഞാൽ അപ്പം മോഹൻ തിരിഞ്ഞ് ഞങ്ങൾ നടക്കുക. നിങ്ങൾ എന്തൊട്ട് വർത്താനാ പറയുന്നത്? കുട്ടി ഇവിടെ റൂമിലുണ്ടല്ലോ, പിന്നെ അങ്ങനെ നിങ്ങൾ ചായ കുടിക്കാൻ പോകുമ്പോ അവിടെ പോയി കാണുന്നെന്ന് പറയുന്നത്. അവൻ ഇന്ന് ഉച്ചക്ക് തൊട്ട് എവിടേക്കും പോയിട്ടില്ലല്ലോ, അതേ ഉള്ളിൽ കിടക്കണ്ടല്ലോ. അത് നീ ഇപ്പൊ അങ്ങനെ തന്നെ പറയുള്ളൂ. അവനെ എന്ത് സപ്പോർട്ട് ചെയ്തില്ലേ പറയുള്ളൂ. പണിക്ക് പോയാലും വേണ്ടില്ല, പോയില്ലെങ്കിലും വേണ്ടില്ല, എപ്പോഴും അവനെ സപ്പോർട്ട് ചെയ്ത് നീ പറഞ്ഞു. ഇന്നെങ്കിലും ആ നല്ല ബുദ്ധികൾ പറഞ്ഞു കൊടുത്ത് നല്ല സ്വഭാവത്തിൽ നടക്കാൻ പറയാം എന്നോട്. അവൻ അത്യാവശ്യം പണിക്കൊക്കെ പോകുന്നുണ്ട്. പണിയുള്ള സമയത്തൊക്കെ അവൻ ദിവസം പണിക്ക് പോകണില്ലേ? പണിയില്ലാത്ത സമയത്ത് അവൻ എങ്ങനെയാ പണിക്ക് പോവുക? 2-3 ദിവസം ആ പരിപാടി കഴിഞ്ഞ പിന്നെ പണിക്ക് പോയിട്ടില്ല, അത്രയല്ലേ ഉള്ളൂ. ഇപ്പൊ അധികം ദിവസം ഒന്നും ആയിട്ടില്ലല്ലോ. പണിക്ക് പറഞ്ഞിട്ട് ആ കുട്ടിനെ ഏത് നേരം ഇങ്ങനെ ചീത്ത പറയല്ല കേട്ടോ. അവർക്ക് ഭയങ്കര വിഷമാവും. വെറുതെ അല്ല കുട്ടി മുഖംപാടി ഇരിക്കുന്നു. എൻ്റെ മുഖം കാണുമ്പോൾ എനിക്ക് വിഷമാണ്. ഏത് നേരം കിടികിടിന്ന് പറയാൻ നിൽക്കണ്ട. പണി ഉണ്ടെങ്കിൽ അവൻ പോകും. പിന്നെ പുറത്ത് പോകണ്ടേ? ആൺകുട്ടികളാകുമ്പോൾ പിന്നെ പുറത്തേക്ക് പോകില്ലേ? നിങ്ങൾ എന്താ പറഞ്ഞ പോലെ ചെക്കനെ ഏത് നേരം ചീത്ത പറയും. നിങ്ങൾ അങ്ങനെയൊന്നും പറയല്ലേ. ചീത്ത പറയണ്ട എങ്ങനെയാ? നീ അവനെ മനസ്സിലാക്കി ഇങ്ങനെ വെച്ചോ. ഒരു കാര്യത്തിന് അവൻ 5 പൈസ ചെലവാക്കി ഇതുവരെ കൂട്ടി വെച്ചിട്ടുണ്ടാവേ. ഇത്ര കാര്യങ്ങൾ നടന്നു ഇവിടെ. എത്ര കാര്യം നടന്നു? 10-50 ആളുടെ പരിപാടി വെച്ചിട്ട് ഓരോ കാര്യങ്ങൾ നടത്തിയില്ലേ? ഏത് പൈസയാ അവൻ കൂട്ടി വെച്ചതാ? പണിക്ക് പോയിട്ടല്ലല്ലോ. ഇത് ഞാൻ സ്വന്തമായിട്ട് അധ്വാനിച്ച് ഇത്രയും കാലം ആ പൈസ ഒരു കൂട്ടി വെച്ചതാ. ആ പൈസയാന്ന് ഇപ്പൊ 50 ആളുടെ ഫുഡ് ഇപ്പൊ എത്ര 10-20,000 ചെലവായി. എൻ്റെ കയ്യിൽ ഏതാ? ഇനി ഞാൻ അധ്വാനിച്ച് പോയിട്ട് വേണം ഓരോ കാര്യങ്ങൾ ഉണ്ടാക്കാനും കുടുംബം നോക്കാനും ഓരോ ചെലവും ഓരോ അടവുകളും ഇതൊക്കെ അടയ്ക്കണമെങ്കിൽ. അവ ഒരു പണിക്ക് വേണമെങ്കിൽ ഒരു സഹായമായില്ല എനിക്ക്. ഇതൊക്കെ ഒരു കല്യാണം കഴിച്ചു വെച്ചിട്ട് ഈ പണിയൊക്കെ ചെയ്യണമെങ്കിൽ പിന്നെ എന്തിനു ഞാൻ വെറുതെ ഈ പൈസ കാലത്ത് ഇരിക്കുന്നത് കഷ്ടപ്പെടുന്നത്? ആർക്ക് വേണ്ടിയിട്ടാ? മക്കൾക്ക് തന്നെ ഉണ്ടാകുമ്പോൾ കൊടുക്കാം. ഇപ്പം ഇല്ലാത്ത അവസ്ഥയിൽ അവരും കൂടെ ഒന്ന് മനസ്സിലാക്കണ്ടേ? അതെ, നിങ്ങൾ കണക്ക് പറയണോ? അല്ലെ തന്നെ അറിയാണ്ട് ചോദിക്കുക. നിങ്ങൾ കണക്ക് പറയണോ? നമ്മുടെ മക്കളുടെ കാര്യം പിന്നെ നമ്മൾ നോക്കാണ്ട് ആരാ നോക്കുക? മക്കൾക്ക് അത് ചെയ്തു ഇത് ചെയ്തു പറഞ്ഞാൽ നിങ്ങളെ മോനല്ലേ? ഇന്ത്യയും നിങ്ങളുടെയും മോൻ തന്നെയാ. എൻ്റെ മോൻ പറയണത് നമ്മുടെ മക്കളുടെ കാര്യത്തിൽ നമ്മൾ തന്നെ ചെലവാക്കണം, ചെയ്യണം. പണി ഉണ്ടായിട്ട് പോകാണ്ടൊന്നുമല്ലല്ലോ, പണി ഇല്ലാണ്ടല്ലേ. പണി ഉണ്ടാകുമ്പോ ആ കുട്ടി പണിയെടുത്ത് കൊണ്ട് തരുന്നില്ല. നിങ്ങളെ കയ്യിൽ എന്ത് തരുന്നേ? എൻ്റെ കയ്യിൽ കൊണ്ട് തരുന്നുണ്ടാ? എന്നിട്ട് വലിയ കണക്ക് പറയണ 10-50,000 ആളുടെ ചെലവ് അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് 10-50 ആളുടെ അല്ല. ഇനി ഇവിടുന്ന് അങ്ങോട്ടും അങ്ങനെ തന്നെ. ആ കുട്ടി പണിയെടുത്ത് നിങ്ങളെടുത്താ കൊണ്ട് തരുന്നേ. അതില്ല ഇതില്ല. പിന്നെ പണിക്ക് ഉള്ള സമയത്ത് പോകും, ഇല്ലാത്ത സമയത്ത് പോകില്ല. ആവശ്യമില്ലാണ്ട് നിങ്ങൾ ആ കുട്ടിനെ ഏത് നേരം പറയണേ. എനിക്ക് സഹിക്കാൻ പറ്റൂല എൻ്റെ മോനെങ്ങനെ പറയണത് കേൾക്കുമ്പോട്ടാ. പറഞ്ഞില്ലാന്ന് വേണ്ട. നിന്നെ ഒന്നും ഒരു കാലത്തും പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ. എപ്പോൾ എന്ത് പറഞ്ഞാലും നീ അവനെ സപ്പോർട്ട് ചെയ്തോ. ഇന്നേ പല കാര്യങ്ങളും വരാനാ പോണത്. ഇതൊക്കെ ഞാൻ തന്നെ ചെയ്യേണ്ടി വരും. എന്ന് വെച്ചാൽ അവ ഒരു പണിക്കും പോകണില്ല. ഇനി എത്ര കാര്യങ്ങളുണ്ട്. ഇപ്പൊ തന്നെ ഇതിൽ ചിലവായില്ലേ? ഇനി അവിടെ പോയിട്ട് നമ്മൾ പോകണം. എത്ര ദിവസം കഴിഞ്ഞിട്ട് പോകണം? ഇനിയിപ്പോ 1 മാസം 8 മാസം 9 മാസത്തിൽ പോകണം. അതിനൊരു അത്യാവശ്യം ചിലവ് വരും. പിന്നെ പ്രസവ ചെലവ്, സ്വർണ്ണം എടുക്കല്, അതെടുക്കൽ ഇതെടുക്കല്, അവിടെ കാശ് വെക്കല് വേറെ. ഇതൊക്കെ ആകുമ്പോ ഒരു തലയ്ക്ക് വേറെ ഈ ചെലവ് വരും. അത് കുറച്ചും കൂടെ ഒരാളും കൂടെ സഹായം ഉണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുള്ളൂ. ഇതൊക്കെ എന്റെ കൈ കൊണ്ട് കാണേ. ആ കുട്ടി പണിക്ക് പോയിട്ട് എന്താ കിട്ടണം നിങ്ങളുടെ വിചാരം? നീ എന്നും തന്നെയല്ലേ പറയണത്. അവ ഒരു ദിവസം എന്തെങ്കിലുമൊക്കെ ലീവ് എടുത്തിട്ട് അങ്ങോട്ട് വരും. വീട്ടിലിരുന്നാണ് പണിയില്ല എന്ന് പറയും. പണിയില്ലാണ്ടല്ല, പണി ഉണ്ട്, പോവാണ്ടാണ്. ആ പിള്ളേരുടെ കൂടെ കളിച്ച് നടക്കുക. ഇതൊരു ഉത്തരവാദിത്തം വരണ്ടേ? നിങ്ങൾ ഓരോരുത്തരുടെ വാക്ക് കേട്ടിട്ട് ആ കുട്ടീനെ ഇട്ടിട്ട് ഓരോരുത്തരുടെ വാക്ക് കേൾക്കണമെന്നില്ല, ഞാൻ കാണുന്ന കാര്യങ്ങൾ പറയണത്. ഇനിയെങ്കിലും അവനോട് നല്ല കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്ക്. നീ ഒരു നീയേ വേറെ അപ്പുറത്തെ വീട്ടിലൊക്കെ നോക്കിയേ എങ്ങനെ ആൺകുട്ടികളൊക്കെ ജീവിക്കണമെന്ന്. അന്നന്നാട് പണിയെടുത്ത് അന്നന്നാട് കൊണ്ട് കൊടുക്കുക, ചെലവിനെടുത്ത് അവർ കൊടുക്കാറുണ്ട്. അങ്ങനെയാണ് ജീവിതം. അങ്ങനെയാണ് പറഞ്ഞു കൊടുക്കുക മക്കൾക്ക്. നീ ഇത്രയും കല്യാണം കഴിച്ച ഉത്തരവാദിത്തം വരുന്നു പറഞ്ഞാൽ കല്യാണം കഴിച്ചു കൊടുത്തു. ഇപ്പൊ കുട്ടി ആകാനാ പോകുന്നു. അപ്പോഴേക്കും ഓരോ ഉത്തരവാദിത്തം വന്നില്ലെങ്കിൽ ഇനി എപ്പോൾ വരാനാ? ഒന്ന് ആലോചിച്ച് നോക്ക്. ഞാൻ പറയാനുള്ളത് പറഞ്ഞു മനസ്സിലായി. ഞാൻ അനുഭവിക്കുമ്പോൾ അതിനെപ്പറ്റി അറിയുള്ളൂ. നിങ്ങൾ പറയണതൊക്കെ കാര്യം തന്നെ, ഇല്ല ഞാൻ പറയുന്നില്ലല്ലോ. പക്ഷെ ആ കുട്ടി എന്ത് ചെയ്യും? നിങ്ങൾ ഇങ്ങനെ ഒഴിഞ്ഞു മാറും പോലെ വർത്താനം പറയണ്ട. അതാണ് എനിക്ക് സങ്കടം വരുന്നത്.
നമ്മളെ കുട്ടികളുടെ കാര്യം നമ്മൾ തന്നെ ചെയ്യണം. മക്കൾ ചെയ്യട്ടെ, അങ്ങനെയൊന്നും അല്ലല്ലോ നമ്മുടെ മക്കളെ അങ്ങനെയൊന്നും നമ്മൾ വളർത്തിയിട്ടില്ലല്ലോ. അവർക്ക് എന്ത് കാര്യമായാലും അവരല്ല, നമ്മളാണ് അത് മുൻഗണന എടുത്തിട്ട് നമ്മുടെ മക്കളുടെ കാര്യം നോക്കിയത് ഇതുവരെ. ഇപ്പൊ വന്നിട്ട് എന്താ ചെലവ് ഈ ചെലവ് അവനിക്ക് ഉത്തരവാദിത്തമില്ല അങ്ങനെ ഇങ്ങനെ വന്നപ്പോഴാണ് എനിക്ക് സങ്കടം വന്നത്. നിങ്ങൾ പറഞ്ഞതൊക്കെ എനിക്ക് മനസ്സിലാകുന്നുണ്ട്. അങ്ങനെ അവൻ വരട്ടെ, അവനോട് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാം. അവൻ കെടുക്കും, ഉറങ്ങണു, എനിക്കട്ടെ ശരി. അതിന് പറഞ്ഞിട്ട് എന്താ കാര്യം? പിന്നെ എന്തെങ്കിലും പറഞ്ഞ ഇട്ടുകണ്ട് മിണ്ടാണ്ട് പോകും. അപ്പൊ പിന്നെ നിങ്ങൾക്ക് കുഴപ്പമില്ല. എന്നാലും കുടുംബത്തെ എങ്ങനെ ഇരിക്കാനാ? ഒറ്റ പോക്ക് പോയിട്ട് പിന്നെ വരുന്നത് എപ്പോഴാണെന്ന്? ഭക്ഷണം കാലത്തും ഇല്ല ഉച്ചയ്ക്കും ഇല്ലാണ്ട് രാത്രി കിടക്കുന്ന നേരത്തെ വരും. നിങ്ങളൊക്കെ ഉറങ്ങിയ പിന്നെ പലവട്ടം ചെയ്തതല്ലേ, നിങ്ങൾക്ക് അറിയാലോ അത്. ഇനി നിങ്ങൾ അവനെ കാണുമ്പോ ഒന്നും പറയാൻ നിൽക്കണ്ട. അതെ, ഞാൻ പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തോണ്ട്. അത് പറഞ്ഞാലൊക്കെ മനസ്സിലാവും. ഇനിയിപ്പോ അവനെ കാണുമ്പോ ചൂടാനോ ദേഷ്യപ്പെടാനോ നിൽക്കണ്ടെന്ന്. നീ പറയണം നല്ലത്. ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ വിധം മാറും, പിന്നെ എനിക്ക് സ്വഭാവം മാറും. ഞാൻ ചിലപ്പോൾ രണ്ടെണ്ണം കൊടുക്കും എന്നൊക്കെ വരും. എനിക്ക് ദേഷ്യം ഇപ്പൊ അങ്ങനെ വൈകിട്ടിരിക്കുന്നു. ഞാൻ പറഞ്ഞൊന്ന് മനസ്സിലാക്കി കൊടുക്കട്ടാ. ഇത് എത്രയൊക്കെ പറയാനുള്ളത്. ഓ, അവന്റെ ഉറക്കത്തിന് ശരിയാക്കി കൊടുക്കുക. ഏത് നേരം മൊബൈൽ നോക്കിയിട്ട് കിടന്ന് ഉറങ്ങുക. ആടാ പറയടാ. ആ കുളി കഴിഞ്ഞ് അങ്ങോട്ട് ഇറങ്ങാൻ നിൽക്കുക. അതേ, ബോർഡ് നമ്മൾ രണ്ടുപേരും ടീം കേട്ടാ. നീ സ്ഥലം പിടിച്ച് വെക്കും, ഞാൻ ഇതപ്പം എത്തി. ആ മറ്റേ സ്ട്രൈക്കറും പൗഡറൊക്കെ ഇല്ലേ? ആ നീ സ്ഥലം പിടിച്ച് വെക്ക്. ഓക്കെ, ഇതെത്തി എത്തി എത്തി. അല്ല, എവിടുക്ക പോണ്? എന്താ ഇവിടെ ഇരുന്ന എനിക്ക് കുറച്ച് കാര്യം സംസാരിക്കാനുണ്ട് എനിക്ക് നിന്നോട്. നീ താഴത്തേക്ക് പോയിട്ട് വരുന്നതൊക്കെ എനിക്ക് മനസ്സിലായി. ഇവിടെ ഇരുന്നേ എല്ലാം എന്തുട്ട മോനെ, നീ എന്ത് ഭാവിച്ചിട്ടാ? ഉപ്പാന്റെ കയ്യിൽ നിന്ന് ഇപ്പൊ വയറ് നിറച്ച് കേട്ടിട്ടാ ഇപ്പൊ ഞാൻ ഇങ്ങോട്ട് വരുന്നേ. ഞാൻ ആരെയൊക്കെ കേൾക്കുക? ഉപ്പ പറയണത് ശരിയല്ലേ? ഈ ഇങ്ങനെ ഒരു കല്യാണമൊക്കെ കഴിഞ്ഞ് നിന്റെ ഒത്തിരി ഒരു ഉത്തരവാദിത്തം പറ്റാൻ വേണ്ടിയാണ് നിനക്കൊരു പെണ്ണ് കെട്ടി തന്ന്. എന്നിട്ട് ഒരു ശരിയായിട്ടില്ലെങ്കിൽ വയസ്സായ ഉപ്പയാണ് നാള് അല്ല കൊണ്ടുപോകണം. പിന്നെ അത്യാവശ്യം 10-50 ആളുടെ പരിപാടിയൊക്കെ ചന്തം പോലെ ഉപ്പ നടത്തി വിട്ട്. ഇനി എന്തെല്ലാം ചെലവ് വരാൻ കിടക്കണ്. ഇനി പ്രസവിച്ചാലുള്ള ചെലവൊക്കെ അറിയാലോ. കുട്ടിക്ക് സ്വർണം കൊണ്ടുപോലും പ്രസവിച്ച അന്ന് തൊട്ടുള്ള ചെലവ്. ഇനി 9-ാം മാസത്തെ വയറ് കാണാൻ പോകണം. അതിനെന്താ ചെയ്യാന്ന് പറഞ്ഞിട്ടാണ് ഉപ്പ എന്നോട് ചൂടായിട്ട് നടക്കുന്നത്. നീ ഇങ്ങനെ പോയിട്ട് അവിടെ ഇരിക്കുക, എന്നിട്ട് വരിക, ഭക്ഷണം കഴിക്കുക, റൂമിൻ്റെ ഉള്ളിൽ വായരടച്ചിരുന്നാൽ മതിയാ? കാര്യം നടക്കുമോ? ഉമ്മ എന്തിട്ടാ പറയണത്? ഒന്ന് താഴത്തേക്ക് പോണേനാണ് അങ്ങനെയൊക്കെ പറയണത്. ഉപ്പ എന്ത് പറഞ്ഞു എന്നാ? ഇന്നിപ്പോ സാരിക്കുട്ടീന്റെ പരിപാടിയൊക്കെ നല്ല പോലെ തന്നെ അല്ലേ കഴിഞ്ഞ്? ഞാനും ഉണ്ടായിരുന്നില്ലേ എല്ലാ കാര്യങ്ങൾക്കും. ഇപ്പൊ എന്താ അങ്ങനെയൊക്കെ പറയാൻ മാത്രം ഇവിടെ എന്താ സംഭവിച്ചേ? ആ പുറത്ത് പോയിട്ട് ആ ചെക്കന്മാരുണ്ട്, അവിടെ പോയിട്ട് പിള്ളേരൊപ്പം ഒന്ന് ഇരുന്ന് ക്യാരം ബോർഡൊക്കെ കളിച്ച് വരുന്നതിനാണ് ഇപ്പൊ ഇത്രയും വലിയ പ്രശ്നം. ഇതുമ്മ ഇങ്ങനെയൊക്കെ പറയണത് പെട്ടെന്ന്? ഇപ്പൊ കളിച്ച് നടക്കണ പ്രായമല്ല. മോനിക്ക് എന്തോ ഒരു ഉത്തരവാദിത്തം വരാത്തത് മോനെ തന്നെ അറിയാണ്ട് ചോദിക്കുകയാണ്. ഉപ്പ ചീത്ത പറഞ്ഞപ്പോ ഞാൻ എന്റെ മോൻ അങ്ങനെയൊന്നും പറയല്ലേ, എന്റെ കുട്ടി വിഷമിക്കില്ലേ, നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയണ കാരണം അവനക്ക് ഭയങ്കര മുഖമൊക്കെ വല്ലാണ്ട് ടെൻഷൻ അടിച്ചിട്ട് എന്റെ കുട്ടി ഇരിക്കുന്നു പറഞ്ഞിട്ട് ഉപ്പാനോടൊന്നും ചീത്ത പറയാ. നിന്റെ ഭാഗം നിന്നിട്ട് കാര്യമില്ല. ഉപ്പ പറയണത് ആരാ നിന്നെ നശിപ്പിക്കുന്നു? ഇങ്ങനെ കളിച്ചു നടക്കണ പ്രായമൊക്കെ കഴിഞ്ഞ് പെണ്ണ് കെട്ടി ഒരു കുട്ടിയാകാനായി. ഇനി 2 മാസം കഴിഞ്ഞ ഒരു കുട്ടി ജനിച്ച് ഒരു ഉപ്പയാണ് നീ ആകാൻ പോണ്. എന്നിട്ട് നിനക്കൊരു കാര്യങ്ങളൊന്നും വന്നിട്ട് നല്ല പോലെ കാര്യങ്ങളൊക്കെ നടന്നല്ലോ, ഞാൻ ഉണ്ടായിരുന്നല്ലോ എന്ന് ഉണ്ടായി എന്ന് പറഞ്ഞാൽ മതിയാ? കാശ് വേണോ? നല്ല പോലെ ചെയ്തു. അത് ഉപ്പാന്റെ കയ്യിലുള്ള കാരണം നല്ല പോലെ ചെയ്ത്. ഇനി എന്താ മര്യാദ അതുപോലെ അവരിങ്ങോട്ട് വന്ന പോലെ നമ്മൾ അങ്ങോട്ട് പോണം മോനെ. പലഹാരങ്ങളും സാധനങ്ങളൊക്കെ ആയിട്ട് ഇനി ഇവിടുന്ന് അങ്ങോട്ട് നമുക്ക് ഫുള്ള് ചെലവാ. അത് ഉപ്പാടത്തുണ്ടാവും. നീ ചോദിച്ചതിന് പണിക്ക് പോയിട്ട് ഉപ്പാൻ്റെ കൊണ്ടുകൊടുത്ത പൈസ നീ ഇങ്ങനെ കൂട്ടുകാർ വിളിച്ചതപ്പോ വിളിച്ച് ഹലോ നിന്റെ വിളി കേട്ടപ്പോഴാണ് വന്നത് അറിയാ. വിളിച്ച് പോവുക, രാത്രി 9 മണി 9:30 ആകുമ്പോ വരിക, ചോറെടുത്ത് തിന്നാ കെടുക്കുക. ഇപ്പൊ നീ ഒരു കള്ളത്തരം പഠിച്ചിരിക്കുക. അപ്പൊ അവള് പോയപ്പോ നല്ല ചുളിവായി നിനക്ക്. അവളുണ്ടാകുമ്പോ രാത്രി പോകൂല. ഇതൊന്നും ശരിയല്ല കേട്ടാ. പറഞ്ഞില്ല എന്ന് വേണ്ട. നീ നല്ല രീതിയിലേക്ക് നാളെ തൊട്ട് പണിയെന്ന് വെച്ചിട്ട് പണിക്ക് പോക്കോ, ഈ കുട്ടിക്കളിയൊക്കെ മാറ്റിയിട്ട്. ഉമ്മയുടെ വർത്താനം കേട്ടതൊന്നും പണി അവിടെ ഉണ്ടായിട്ട് ഞാൻ എന്താ പോവാത്ത പോലെ ഒന്ന് തപ്പിയാ കിട്ടണ്ടമ്മ. എവിടെയൊക്കെ പണിക്ക് പോയി ഞാന് 1-2 ദിവസം കഴിഞ്ഞ് അവിടെ നിന്ന് പറഞ്ഞേക്കുക.
കുറച്ച് ദിവസം നിൽക്കുക, അത് കഴിഞ്ഞ് പറഞ്ഞേക്കുക, അല്ലെങ്കിൽ സാലറി തരാണ്ടിരിക്കുക. അത് ചൊവ്വിന് പണിയെടുക്കണം മോനെ. നീ ഇത്തിരി നേരം പണിയെടുക്കണ്ട, അവിടെ പോയിട്ട് കാറ്റത്ത് പോയിട്ട് ഇങ്ങനെ ഇരുന്ന പിന്നെ വൈകുന്നേരം കൂലി തരണ്ടേ അവർക്ക്. അപ്പൊ നീ എല്ലാവരും പണിയെടുക്കും പോലെ പണിയെടുക്കും, നിനക്ക് മരുന്നില്ല. എന്ത് മരുന്നില്ല? രാവിലെ എണീക്കാൻ നേരം വൈകല്ലേ 9 മണിക്ക് എത്തേണ്ട സ്ഥലത്ത് 10 മണിക്കൊക്കെ എത്തുമ്പോ പിന്നെ പണി തരുമോ? നിന്റെ നാവും തന്നെ വന്നില്ലേ, പിന്നെ അവര് പണി തരും. 9 മണിക്ക് പോകണം, അവിടെ 10 മണിക്ക് പോകണം. എന്തുട്ടി കുട്ടി അതിനെക്കാട്ടി വേദം പോവാണ്ടിരിക്കണ തന്നെ. ഉപ്പ നോക്കിക്കോളൂ. ഇനിയിപ്പോ എന്തുട്ട പരിപാടി ഉള്ളത്? ഇനിയിപ്പോ 7 മാസത്തെ കൊണ്ടുപോകാൻ ഗംഭീരമായിട്ട് കഴിഞ്ഞില്ല. ഒരു ചടങ്ങും ഇല്ലല്ലോ. ഇനി എന്തുട്ട് ചടങ്ങുള്ളത്? ഇനി 9 മാസത്തെ പോകണം, വയറ് കാണാൻ പോണം, പെറ്റ് കാണാൻ പോണം, 40 എന്താ പറയാ. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് നമുക്ക് ചെലവട മോനെ ഇങ്ങനെ ഇരുന്നാ പറ്റില്ലെങ്കിൽ വല്ല പണിക്ക് അന്വേഷിച്ച് പോയി. അതെങ്ങനെയൊക്കെ നടന്നോളൂ. ഉമ്മാന്റെ സ്വർണ്ണം അതൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് ചെയ്യാ. അല്ലാണ്ട് ഞാൻ പണിക്ക് പോയിട്ട് തന്നെ എല്ലാം ചെയ്യണമെന്നുണ്ടെങ്കിൽ കാലാകാലം ഞാൻ പണിക്ക് പോണ്ടേ? ഇതെന്ത് ഉമ്മ വർത്താനം പറയണത്? എന്തെങ്കിലുമൊക്കെ സ്വർണം വെച്ചിട്ടേ അത് പിന്നെ പണിക്കൊക്കെ ഞാൻ പോയിട്ട് കാര്യമില്ല. നിന്നോട് നിന്റെ ഭാഗം നിന്ന് നിന്നെ നശിപ്പിച്ച് നിന്റെ വാപ്പ പറയുന്ന പോലെ ഞാനും നിന്നെ നശിപ്പിച്ചത്. അതെ ഉപ്പ എന്താ പറഞ്ഞറിയോ, നീ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ഞാൻ പറഞ്ഞതുപോലെയല്ല. ചിലപ്പോ കല്യാണം 2 കൊടുക്കണ പ്രായം കഴിഞ്ഞു, ചിലപ്പോ ഞാൻ കൊടുത്തുന്ന് വരും എന്ന് പറയുന്നുണ്ട്. എന്നെ കൊണ്ട് പറ്റൂല കേട്ടാ. എനിക്കിതൊന്നും കാണാനും കേൾക്കാനും വയ്യാത്ത കൊണ്ടാണ് നമ്മളിങ്ങോട്ട് ഒതുക്കി കൊണ്ടുപോകണം. കാര്യം ചെയ്താൽ ഇപ്പൊ അടുത്ത് പറയും, ഞാൻ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു, അവൻ പണിക്ക് പോവാന്നൊക്കെ പറഞ്ഞെന്ന് പറയും. ഞാൻ ഇപ്പൊ തൽക്കാലം പിള്ളേരൊപ്പം പോയിട്ട് എവിടുക്ക പോണ് മോനെ? ഈ നേരത്തെ പോണ്ട. ഉപ്പ അങ്ങോട്ട് പോയിട്ടുണ്ട്, ഇപ്പൊ വരുന്ന സമയമാണ്. നീ ഉണ്ടായിരുന്നേ, അല്ലാണ്ട് തന്നെ ചൂടായിട്ടാ പോയിക്കണം. പറഞ്ഞത് കേട്ടിട്ട് നീ ഉണ്ടാണ്ടിരിക്കേ. അതെ ഞാൻ പറയണത് നീ കേട്ടോ, അല്ലെങ്കിലോ നീ ഉപ്പ ചോദിക്കണതിന് മറുപടി പറഞ്ഞ. 10-60 വയസ്സായി ഉള്ള കുട്ടിയൊന്നും അല്ലത്. അത് പണിയെടുത്തിട്ട് വന്നിട്ടാണ് ഇത്ര പോന്ന മോനെ കുടുംബത്തെ വെച്ചിട്ടേ അതാണ് ഇപ്പൊ ചെന്നിട്ട് പണിയെടുക്കണ്, അറിയോ? അതെ ഉമ്മ പറയണത് നീ അനുസരിച്ചോ, അല്ലെങ്കിലോ ഉപ്പ പറയണത് അതിനുള്ള മറുപടി നീ കൊടുത്തോ. ഇന്നെ കൊണ്ട് പറ്റൂല കേട്ടോ ഇനി നിൽക്കാന്. നിന്റെ ഭാഗം നിന്ന് എനിക്ക് മര്യാദ എന്റെ ഉപ്പാന്റെ കയ്യിൽ നിന്ന് കേൾക്കുന്നുണ്ട്. ഇനി ഉപ്പയായി മോനായി ഉമ്മ ഇടപെടൂല. എന്തെങ്കിലും ആവുമ്പോ ഞാൻ അങ്ങോട്ട് മാറി നിൽക്കും, അത്ര തന്നെ. എനിക്ക് കേൾക്കുമ്പോഴല്ലേ ടെൻഷൻ വരുന്നത്. എന്നെ കൊണ്ട് പറ്റൂല. ഇപ്പൊ പറയണതില് കാര്യമുണ്ട്, 100% കാര്യമാണ്. ഞാനിപ്പോ എന്ത് ചെയ്യാനാണ്? മനു വരെ പണിക്ക് പോകുന്നതാണ് നമ്മ പറയണത്. പണിക്ക് പോവാണ്ട് എന്ത് ചെയ്യാനാ? 100 കൂട്ടം കാര്യങ്ങളാ നമുക്ക് വരുന്നേ. ഇത് അങ്ങോട്ട് പോയി തേരാ നടക്കാൻ നേരത്തിന് വന്ന് കഴിക്കുക. ഇതെവിടെ അവനെവിടെ? പണിക്ക് പോയി കുട്ടി, ഇന്ന് പണിയില്ലാന്ന് പറഞ്ഞിട്ട് തിരിച്ചു വന്ന് ഉപ്പ എന്താ പറയുന്നത് അറിയാ? പണിക്ക് പോണില്ല, പകുതിക്ക് പോയിട്ട് തിരിച്ചു വരുന്ന പറയണേ. കാര്യം ശരിയാണ്. എല്ലാവരും പണിയെടുക്കുമ്പോ നിനക്ക് മാത്രം പണിയില്ലാന്ന് പറഞ്ഞാൽ എന്താ ചെയ്യാ? പറയണത് അനുസരിക്കും മോനെ. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് നന്നാകും നീ. നല്ലതിനാണ് പറയണത്. അവര് നമ്മള് നാണം കെടൂല അവര് മുന്നില്. അവരെങ്ങനെ ഭംഗിയായി ചന്തത്തിൽ വന്ന് ചന്തം പോലെ കാര്യങ്ങളൊക്കെ സാധിച്ചു കൊണ്ടുപോയി. അതുപോലെ നമുക്കും വേണ്ടേ? അതെ, ഞാൻ ഇവിടെ ഇരിക്കുന്നതുകൊണ്ട് ഉമ്മക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറയും, ഞാൻ വീട്ടിൽ നിന്ന് പോയിക്കോളാം. അല്ലാണ്ട് ഉമ്മ എപ്പം നോക്കിയാലും ഉപ്പ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണ്ട. എന്തുപ്പ? ഞാൻ അത്യാവശ്യമൊക്കെ വളർന്നു, എനിക്ക് 30 വയസ്സായില്ലേ. ഇനി ഉപ്പാനും ഇങ്ങനെ പേടിച്ചോണ്ടേ ഇരിക്കണ? പൈസ ചെലവാക്കിയതിന്റെ കണക്ക് പറയണ പോലെ ഉണ്ടല്ലോ ഉമ്മാന്റെ പറച്ചിൽ കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ. അതൊരു 10-50 പേര് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഉപ്പ ചെലവാക്കിയിട്ട് എത്ര രൂപ ആയിന്ന് ചോദിക്കും. ഞാൻ പണിക്ക് പോയിട്ട് ആ പൈസ കൊണ്ട് കൊടുത്തോളാം. അല്ലാണ്ട് ഉപ്പ അത്ര ചെലവാക്കി, ഇനി ഉപ്പ എത്ര ചെലവാക്കണ്ടേ? വയസ്സായില്ലേ, പ്രായമായില്ലേ? എന്തിനാ ഇതിന്റെ കണക്കൊക്കെ എൻ്റെ അടുത്ത് പറയണത്? ഉമ്മാക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ ഉപ്പാക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ പറഞ്ഞോ, ഞാനിവിടെ നിൽക്കണമെന്നില്ല. പിന്നെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല, എന്താ ചെയ്യ. ഹലോ. ബഷീറല്ലേ? ഞാനാ ഷെഫീഖിൻ്റെ ഉപ്പയാ. ഇന്നാൾ ഞാനൊരു കാര്യം പറഞ്ഞില്ലേ, മോൻ്റെ ജോലിയുടെ കേസ്. കുറേ ആയിട്ട് ഇപ്പോൾ പണിയൊന്നും ഇല്ലാണ്ടിരിക്കുക. അതെന്തായി? എൻ്റെ കമ്പനിയിൽ ജോലി കിട്ടുകയാണെങ്കിൽ അത്ര ഉപകാരമായി. നിങ്ങൾക്ക് ഒരുമിച്ച് പഠിച്ചല്ലേ, അപ്പോൾ അവിടെ ഒരുമിച്ചാകുമ്പോൾ നമുക്ക് എല്ലാ കാര്യങ്ങളും പിന്നെ അറിയണമല്ലേ, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ. നിൻ്റെ കമ്പനിയിൽ നിന്ന് ജോലി കിട്ടുകയാണെങ്കിൽ അതൊരു അവനൊക്കെ ഉപകാരമായി. പിന്നെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങളൊക്കെ ഒരുമിച്ച് പഠിച്ച കാരണം പിന്നെ ടെൻഷൻ ഇല്ലല്ലോ. നീ അന്ന് പറഞ്ഞല്ലേ ഏതെങ്കിലും ഉണ്ടെങ്കിൽ റെഡിയാക്കാറുണ്ട് കമ്പനിയിൽ. അത് അങ്ങനെയായാലും മതി. ഇപ്പം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം പണിയില്ലാണ്ടിരിക്കല്ലേ, കുറേ ആയില്ല. അതാണ് ഞാൻ ഇപ്പോൾ വിളിച്ചത്. ഇപ്പം എന്തായെന്ന് അറിയാൻ വേണ്ടിയിട്ടാ. സാലറിയുടെ കേസൊക്കെ പിന്നെയല്ലേ. സാലറി കേസൊക്കെ പിന്നെ നിൻ്റെ ശമ്പളം തന്നെയല്ലേ ഇപ്പോൾ അവനുണ്ടാകുക. നീ ഒരേ കമ്പനി തന്നെയല്ലേ. അപ്പോൾ മുതലാളി ഇത് പറഞ്ഞിട്ട് സംസാരിച്ചിട്ടുണ്ടോ നീ മുന്നേ? അതെ, സംസാരിച്ചിട്ടുണ്ടല്ലേ. പിന്നെ നാളെ ഞാൻ മോനെ അങ്ങോട്ട് പറഞ്ഞേക്കാം, ഞാൻ ട്രെയിനിന് പറഞ്ഞേക്കാം. നിങ്ങൾ ഒരുമിച്ച് ജോലി ചെയ്യുകയാണെങ്കിൽ നമുക്ക് സന്തോഷമാണേ. നാളെ വരാൻ പറയാം അല്ലേ? ഓക്കെ.
ആ ശരി ശരി ശരി. ആ ഉപകാരമായിട്ടുണ്ട് കേട്ടോ. എന്തായാലും ഞാൻ വിളിച്ചതെന്ന് വെച്ചാൽ 2-3 ദിവസം മുന്നേ പറഞ്ഞല്ലേ. അപ്പം ഇനിയിപ്പോൾ എന്തായിന്ന് അറിയാത്തത് കൊണ്ട് ഞാൻ അങ്ങോട്ട് വിളിച്ചതാ. ആ ഇങ്ങോട്ട് വിളിക്കാതിരിക്കായിരുന്നു. ഓ ശരി. അപ്പം ഞാൻ അങ്ങോട്ട് വിളിച്ചത് നന്നായില്ലേ. ആ അതെ. ആ അപ്പം നാളെ ഞാൻ പറഞ്ഞയക്കാം മോനെ. ആ ആ ഇടയ്ക്ക് ഇങ്ങോട്ടൊന്ന് വിളിക്കട്ടോ. അത് വിളിക്കാറില്ലല്ലോ, കുറേ ആയില്ലേ വിളിച്ചിട്ട്. അപ്പം മോനെ വിളിക്കാറില്ലേ? അതെ വിളിക്കാറുണ്ട്. ആ ജോലിയുടെ കേസൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ ആദ്യമായിട്ട് ഇപ്പോൾ ഞാൻ ഇപ്പോൾ വിളിച്ചപ്പോഴാണ് പറഞ്ഞു എന്നോട് അല്ലേ. ആ അപ്പോൾ അത് ശരി. ആ അവനോട് പറയണ്ട, ഞാൻ പറഞ്ഞോളാം അവനോട്. ആ ഇനിയിപ്പോൾ നീ വിളിക്കൊന്നും വേണ്ട, ഞാനൊരു സർപ്രൈസായിട്ടേ ഞാൻ കൊടുത്തോളാം. ആ ആ ആ ശരി. ആ ആ ഇപ്പം എന്നാ ഇങ്ങോട്ട് ലീവ് ഇങ്ങോട്ട് വരാറൊന്നുമില്ല. അപ്പോൾ ഇങ്ങോട്ട് വീട്ടിലേക്കൊന്നും കാണാറില്ലല്ലോ. ആ ലീവ് കിട്ടാണ്ടാവൂലേ. ആ മാസത്തിലൊരിക്കൊക്കെ ലീവ് ഉണ്ടാവുള്ളൂ അല്ലേ. ശരി ശരി ശരി. എന്നാൽ അപ്പം നാളെ ഞാൻ പറഞ്ഞേക്കാട്ടോ. എന്നാ അസ്സലാമു അലൈക്കും. ആ ശരി. ആ നീ ഇവിടെ ഇരിക്കുക. നിന്നോടൊരു കാര്യം പറയാനുണ്ട് ഞാൻ. എന്തേ? അതെ, നിന്റെ ചുറ്റിക്കളിയൊന്നും ശരിയാവില്ല കേട്ടാ. നീ ഇങ്ങനെ നടന്നു കഴിഞ്ഞാൽ ഒരു ഉത്തരവാദിത്തം വേണം. ഒരു ഇതില്ല, നിനക്കൊരു ഉത്തരവാദിത്തം വേണം, തീരില്ല. നിന്റെ കൂട്ടുകാരനോട് ഞാൻ പണി അന്വേഷിക്കാൻ പറഞ്ഞപ്പോൾ നീ ഇതുവരെ അന്വേഷിച്ചില്ല. ഞാൻ തന്നെ അത് വിളിച്ച് ചോദിച്ചു. 2 ദിവസം മുന്നേ ഞാൻ വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൻ പണി അന്വേഷിക്കാന്ന് പറഞ്ഞാൽ ബഷീറിനെ എനിക്കറിയില്ലേ. അവനെ അന്വേഷിച്ചപ്പോൾ അവൻ 2 ദിവസം കഴിഞ്ഞ് പറയാമെന്ന് പറഞ്ഞാൽ അപ്പോൾ വിളിച്ചവൻ പറഞ്ഞ പണി റെഡിയായിട്ടുണ്ട്, വേഗം ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട് ജോലിക്ക്. എറണാകുളത്താണ് ഇൻ്റർവ്യൂവിൽ നാളെ പോകേണ്ടി വരും. വെറുതെ അതില്ല മടി പിടിച്ചിട്ട് ഇനി അവനോട് ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് ഇങ്ങോട്ട് വരാൻ നിൽക്കണ്ട, പണി ചെയ്യാൻ നോക്ക് പോയിട്ട്. നല്ല കമ്പനിയാണ്, നല്ല ജോലി, നല്ല ശമ്പളമൊക്കെ. ഇൻ്റർവ്യൂവിൽ എന്തൊക്കെ ചോദ്യങ്ങളൊക്കെ ഉണ്ടാവും ചോദിച്ചു കഴിഞ്ഞാൽ അവൻ പറഞ്ഞു തരും. കാര്യങ്ങളൊക്കെ വൃത്തിയായിട്ട് ചെയ്യാൻ നോക്ക്. ഇത് ഇങ്ങനെ പിള്ളേർ കൂടെ കറങ്ങി നടന്നിട്ട് ഒരു ഉത്തരവാദിത്വം പറഞ്ഞില്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റുക? ഇത് ഞാൻ തന്നെ എല്ലാ ജോലിയും ഞാൻ ചെയ്തു തരികയാണെങ്കിൽ പിന്നെ നീ ഒന്നിനും പോകണമില്ല, ഒന്നിനും ചെയ്യുന്നില്ല. ഇതന്നെ ഞാൻ എത്രത്തോളം ഞാൻ പറയും. പറയണ ഒരു പരിധിയില്ലേ? അതിന് ഞാൻ പണി അന്വേഷിക്കാണ്ടൊന്നല്ലല്ലോ. പണി കിട്ടാത്ത എന്റെ കുഴപ്പം കൊണ്ടാ. ഇനിയിപ്പൊ എറണാകുളത്തേക്കൊക്കെ പോണ്ടേ ഇന്റർവ്യൂ അത് പറഞ്ഞിട്ട്. ആ ഞാൻ പോയിക്കോളാം നാളെ ഇന്റർവ്യൂവിന്. എന്തൊരു താല്പര്യമില്ലാത്ത പോലെ പണിക്ക് പോവാന്ന് പറഞ്ഞപ്പോൾ താല്പര്യമില്ലേ? ഒരു ഇതില്ലാത്ത പോലെ, ഉഷാറില്ലാത്ത പോലെ പോവാന്ന് പറയണത്. താല്പര്യക്കുറവൊന്നുമില്ല. നാളെ ഇന്റർവ്യൂവിനൊക്കെ പോകുന്നുണ്ടെങ്കിൽ എറണാകുളത്തേക്ക് പോകാൻ എന്താ ചെലവ്? ബസ് കാശൊന്നും എന്റെ അടുത്തില്ല. 1000 രൂപയും വേണ്ടി വരും. അതിപ്പോ എനിക്ക് അറിയാലോ. ഇപ്പൊ ഞാൻ തന്നെ തരാം, അല്ലാണ്ട് പിന്നെ ഞാൻ ചെയ്യാനാ? ഇപ്പൊ നമ്മുടെ വീട്ടിലത്തെ കുടുംബത്തെ ആവശ്യങ്ങൾക്ക് പിന്നെ നമ്മൾ തരാണ്ടിരിക്കാൻ പറ്റുമോ? 1000-2000 ബസ്സിന് ആവശ്യം തരാം. നീ പോയിട്ട് അവിടെ പോയി നല്ല ജോലി ചെയ്യാൻ നോക്കുക ആദ്യം പോയിട്ട്. ഇത് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ആലോചിക്കാം. ഇത് എന്തെങ്കിലും ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഞാൻ പോകില്ല ഓരോ കാര്യങ്ങൾ. ഇപ്പോൾ പറയാൻ കിട്ടിയതന്നെ ഭാഗ്യം. അല്ലെങ്കിൽ നീ വീട്ടിൽ വരുമ്പോൾ ഉണ്ടാകാറില്ലല്ലോ. പെട്ടെന്ന് എന്താ കണ്ടതുകൊണ്ട് ഭാഗ്യം. ഇല്ലെങ്കിൽ പിന്നെ വൈകിട്ടിൽ വരിക, രാത്രിയാകുമ്പോൾ എപ്പോൾ വെച്ചിട്ട് ഞാൻ കാത്തിരിക്കുക. അപ്പം നാളെ കാലത്ത് പോകാൻ നോക്ക്, പൈസ ഒക്കെ തരാം. ശരി. ഉമ്മ എന്ത് വിചാരിച്ചിട്ടും ഇപ്പൊ എന്റെ കൂട്ടുകാരന്റെ കമ്പനിയിൽ പണി റെഡിയാക്കി അതൊക്കെ ഇതാക്കി എന്ന് പറഞ്ഞിട്ട് എന്റെ അടുത്ത് നാളെ പണിക്ക് പോകാനൊക്കെ പറയണ്ടല്ലോ ഇന്റർവ്യൂവിന്. ഇപ്പൊ എന്ത് വിചാരിച്ചിട്ട് അങ്ങനെയൊക്കെ സംസാരിക്കണത്? പണിയാ ഉപ്പ ശരിയാക്കിയാ? ഓ ഒന്നില്ല, നല്ലതന്നല്ല മോനെ. എന്റെ മോൻ എന്നിട്ട് എപ്പോഴാ ചെല്ലാൻ പറഞ്ഞേ? നാളെ ചെല്ലാൻ പറഞ്ഞിരിക്കും എറണാകുളത്തെ ഇന്റർവ്യൂന്ന്. ഓ നല്ല കാര്യമായി. എന്റെ മോനെ പറഞ്ഞാല് അത് അതെ അങ്ങനെ പറഞ്ഞാ ശരി. നാളെ എന്നെ പൊക്കാനും നല്ല കാര്യമാണ് മോനെ. എന്റെ ഇവിടെ കിടന്ന് കഷ്ടപ്പെടണ്ട. കൂട്ടുകാരുടെ കൂടെയൊക്കെ അങ്ങോട്ട് ഇറങ്ങി ഇങ്ങോട്ട് കാരണം ആൾക്കാർ ഓരോന്ന് പറഞ്ഞിട്ട് എന്തിനാ മോനെ. എന്റെ പഠിച്ച ജോലിക്ക് കിട്ടുമ്പോ എത്ര നല്ലതെന്ന് പറയാം. അതിന് അത്യാവശ്യം പഠിച്ചതല്ലേ, നല്ല കാര്യമാണ് മോനെ. പൊക്കോ, അതന്നെ നല്ലതന്നെ. കുട്ടി നല്ല കുട്ടിയായിട്ട് നേരത്തെ എനിക്ക് ഉമ്മ വിളിച്ചു വിടാം. ആരെ വിളിച്ചു വിടണ്? എന്നെയാ? ഞാനൊന്നും പോവില്ല. അതെ, അവന്റെ ഒപ്പം പഠിച്ചു എന്ന് പറഞ്ഞിട്ട് അവന്റെ കീഴിൽ ഞാൻ പണിയെടുക്കാൻ പോവാ? ഞാൻ അവന്റെ അടിമയാ? പടച്ചോൻ അവന്റെ അടുത്ത് ആരെ എന്റെ കൂട്ടുകാരനെ വിളിച്ചിട്ട് ഷെഫീക്കിന് ഒരു പണി റെഡിയാക്കി അവന്റെ കീഴിൽ എന്റെ പൊന്നോ, അവന്റെ കൂടെ അവൻ വർക്ക് ചെയ്യുന്ന കമ്പനിയിൽ റെഡിയാക്കിയിട്ടുള്ള പണി എനിക്ക് വേണ്ട, ഞാൻ പോവില്ല. എന്തൊരു കർഷക അതിന്റെ തൊള്ളയിലുള്ളത് ആര് കേക്കും? അപ്പൊ നീ എന്താ പറഞ്ഞു ഉപ്പാനോട്? ഒരു ഉപ്പ പറയുമ്പോ ഉപ്പ അടുത്ത് പറയണ പോലെ ഉപ്പ അടുത്ത് പോവില്ലാന്ന് പറയാൻ പറ്റുമോ? പൊയ്ക്കോ ഉമ്മ കാശ് തരാം. ഉമ്മ കുറച്ച് കാശ് തരാം. നീ പൊക്കോ. ഞാൻ ഇവിടെ വേണമെങ്കിൽ എന്തേലും പണിക്ക് പോയിക്കോളാ.
ഇവിടെ എന്തെങ്കിലും നാട്ടിൽ തന്നെ അല്ലറ ചില്ലറ വേണ്ട പണി എന്നും ഉണ്ടാവില്ല. കഷ്ടപ്പെടും ഇവിടെ നാട്ടിൽ ഈ വെയിലും ഇതൊക്കെ കൊണ്ട് കറുന്ന് ജാതി കോലാകും. നീ പഠിച്ച ജോലി തന്നെ കിട്ടുമ്പോ എത്ര നല്ലതാണ്. ജോലിയൊക്കെ ഓഫീസിലിരുന്ന് ചെയ്യുമ്പോ അതന്നെ ഒരു വെയിറ്റ് അല്ലേ. ആദ്യമൊക്കെ നീ മടി കൂടാണ്ടൊക്കെ പോയതിൽ എന്ത് പറ്റി എന്റെ മോനിക്ക് ഇപ്പോ? എന്റെ കുട്ടി നല്ല കുട്ടിയായിട്ട് നാളെ നേരത്തെ എണിച്ച് കുളിച്ചിരുമ്പോ പോവാൻ നോക്ക്. ഉമ്മ വിളിച്ചുവിടെ, നേരത്തെ വന്നിട്ട് വിളിച്ചു പോവാൻ നോക്ക്. ഓ എന്താ ചെയ്യാ. അതെ, ഇന്റർവ്യൂവിനൊക്കെ ഞാൻ പോയിക്കളാ. എന്റെ ആണെങ്കിൽ ബസ്സിന് കാശും ഇല്ല, പിന്നെ ചെലവ് കാര്യങ്ങളൊക്കെ ഫുഡൊക്കെ ഉണ്ടാവും. ഇന്റർവ്യൂ അത് ഇതെന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ പോയിട്ട് എന്തായാലും പോവാ. പക്ഷെ എനിക്കൊരു 1000 രൂപ ഉമ്മ തരേണ്ടി വരും കേട്ടാ. 1000 ഉറുപ്പ്യ എന്റെ മോനെ ഞാൻ ഉപ്പാനോട് പറഞ്ഞിട്ട് മേടിച്ചു തരാം. ഉപ്പാന്റെ ഒന്നും വേണ്ട, ഉമ്മ തന്നാ മതി. ഇനി ഉപ്പാന്റെ അടുത്ത് പറഞ്ഞിട്ട് അത് ഇതെന്ന് പറയാൻ നിൽക്കും. ഉമ്മ 1000 രൂപ ഒപ്പിച്ച് തരാൻ പറ്റൂല്ലയോ? ഉമ്മ തായോ, അത് മതി. ശരി, ഉപ്പ അറിയാണ്ട് തരണം അല്ലേ? പറയണ്ട. ശരി, ഉപ്പ അറിയാണ്ട് 1000 ഉറുപ്പ്യ തരാട്ടാ. എന്റെ കുട്ടി നാളെ നേരത്തെ എനിക്കില്ലേ, ഉമ്മ വിളിച്ചു വിടാട്ടാ. ശരി, ഞാൻ പോകും. കുട്ടി നല്ല ബുദ്ധി കൊടുക്കട്ടെ.